പണ്ട് പണ്ടെന്ന് വെച്ചാൽ വളരെ പണ്ടാണ്. ഞാൻ ആലുവ യു കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് വായിച്ച ഒരു പുസ്തകത്തിലെ ഒരു കുസൃതി പങ്കുവെച്ചുകൊണ്ട് തുടങ്ങാം. ഇതിൻ്റെ പകർപ്പവകാശം എനിക്കല്ല. ഈ പുസ്തകത്തിൻ്റെ കർത്താവായിരുന്ന പുള്ളിയും കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. എം ഒ മത്തായിക്കാണ്. മത്തായിയെ അറിയാമെന്ന് വിചാരിക്കുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സെക്രട്ടറി ആയിരുന്ന ആളാണ് എം ഒ മത്തായി. ചെങ്ങന്നൂർക്കാരനാണ്. അദ്ദേഹം നെഹ്റുവിൻ്റെ കാലശേഷം ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിൻ്റെ അവസാന സമയത്ത്, അല്ലെങ്കിൽ ജനതാ പാർട്ടിയുടെ ഭരണം തുടങ്ങുന്ന സമയത്ത് ഒരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകത്തിൻ്റെ പേര് നെഹ്റു യുഗസ്മരണകൾ എന്നായിരുന്നു. റെമിനിസെൻസസ് ഓഫ് നെഹ്റു ഏജ് എന്നാണ് ഇംഗ്ലീഷ്. ഈ പുസ്തകത്തിൽ നെഹ്റുവിനെ വല്ലാതെ ആക്ഷേപിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാണ് പലരും വിചാരിക്കുന്നത്. അങ്ങനെയല്ല, നെഹ്റുവിനെക്കുറിച്ച് വളരെ പ്രശംസിച്ച് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കൂട്ടത്തിൽ അക്കാലത്തെ മറ്റ് പല നേതാക്കന്മാരെക്കുറിച്ചും രസകരമായ പല ഓർമ്മക്കുറിപ്പുകളുമുണ്ട്. അതിൽ ഗാന്ധിജിയുണ്ട്, പട്ടേലുണ്ട്, കൃഷ്ണമേനോനുണ്ട്, ആസാദുണ്ട്, റഫി അഹമ്മദ് കിദ്വായി ഉണ്ട്, മറ്റ് പലരുമുണ്ട്. ഇതിൽ പട്ടേലിനെക്കുറിച്ചുള്ള അധ്യായത്തിലാണോ അതോ റഫി അഹമ്മദ് കിദ്വായിയെക്കുറിച്ചുള്ള അധ്യായത്തിലാണോ എന്ന് എനിക്കിപ്പോൾ നല്ല ഓർമ്മയില്ല. രണ്ടാൽ ഒന്നിലാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. നെഹ്റു അല്ല, പട്ടേൽ നടത്തിയ ഒരു പരാമർശത്തെക്കുറിച്ച് നമ്മുടെ മത്തായി എഴുതിയിട്ടുണ്ട്. ഒരു സദസ്സിൽ വച്ച് പട്ടേൽ തമാശ പോലെ പറഞ്ഞു, ഇന്ത്യ രാജ്യത്ത് ആകെ ഒരു ദേശീയ മുസ്ലിമേ ഉള്ളൂ എന്ന്. ബാക്കിയുള്ളവരൊക്കെ പാകിസ്ഥാൻ ചിന്താധികാരാണ് എന്നാണ് പട്ടേൽ ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാവരും അത് ആരാണ് എന്ന് വളരെ താല്പര്യപൂർവ്വം അന്വേഷിച്ചു. പലരും വിചാരിച്ചത്, മത്തായി അടക്കം വിചാരിച്ചത്, റഫി അഹമ്മദ് കിദ്വായിയുടെ പേരായിരിക്കും പട്ടേൽ പറയുന്നത് എന്നാണ്. റഫി അഹമ്മദ് കിദ്വായി അക്കാലത്ത് ഒരു കേന്ദ്രമന്ത്രി, നെഹ്റുവിൻ്റെ വലിയൊരു വിശ്വസനും കാറാധികൃത മതേതര വിശ്വാസിയുമായിരുന്നു. പക്ഷേ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് പട്ടേൽ പറഞ്ഞ പേര് മൗലാന നെഹ്റു എന്നാണ്. അപ്പോൾ നെഹ്റു ഒരാൾ മാത്രമേ ഈ രാജ്യത്ത് ദേശീയ മുസ്ലിമായിട്ടുള്ളൂ, ബാക്കി എല്ലാവരും പാകിസ്ഥാൻ ചിന്താധികാരാണ് എന്നാണ് പട്ടേൽ ഉദ്ദേശിച്ചത്. അഥവാ പട്ടേൽ ഉദ്ദേശിച്ചതായിട്ട് മത്തായി നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ പട്ടേൽ പറഞ്ഞാണോ മത്തായിച്ചൻ്റെ കയ്യിൽ നിന്നുള്ള ഒരു ഇറക്കാണോ എന്ന് നമുക്കറിയില്ല. ഇതുപോലെ ഒരുപാട് കുസൃതികളും തമാശകളും ഒക്കെ അതിനകത്തുണ്ട്. ഞാനിപ്പോൾ അതൊന്നും ഇവിടെ എണ്ണി പറയാൻ താല്പര്യപ്പെടുന്നില്ല. ഇപ്പോൾ ഇത് ഓർക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പി സി ജോർജ് കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസംഗമാണ്. ജോർജ് പറയുന്നത് ഈ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അദ്ദേഹം പണ്ഡിറ്റുമല്ല, നെഹ്റുവല്ല, പുള്ളി യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമായിരുന്നു. പുള്ളി ഒരു വ്യാജ ഹിന്ദുവായിട്ട് അഭിനയിച്ച് നടന്ന ആളാണ്. പുള്ളി യുക്തിവാദിയായിട്ട് അഭിനയിച്ച, അല്ലെങ്കിൽ അജ്ഞേയവാദിയായിട്ട് അഭിനയിച്ച, ഹിന്ദുവായിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമായിട്ടുള്ള വ്യക്തിയായിരുന്നു എന്നാണ്. ഇത് പി സി ജോർജിന് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ, അദ്ദേഹം നെഹ്റുവിൻ്റെ ജീവചരിത്രം വായിക്കുമോ, പഠിക്കുമോ, അല്ലെങ്കിൽ നെഹ്റുവിനെ കുറിച്ച് അറിയുമോ എന്ന് ചെയ്തിട്ടുള്ള ആളല്ല. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഗാന്ധിജിയും നെഹ്റുവും കൂടി സമരം ചെയ്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നൊക്കെ മനസ്സിലാക്കാനുള്ള വിജ്ഞാനമേ പാവം പി സി ജോർജിനുള്ളൂ. ഈ ആർ എസ് എസ്സുകാരുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ളൊരു പ്രധാനപ്പെട്ട പ്രചരണമാണ് ജവഹർലാൽ നെഹ്റു യഥാർത്ഥത്തിൽ ഹിന്ദു ആയിരുന്നില്ല, അദ്ദേഹം പ്രച്ഛന്ന വേഷം ധരിച്ച മുസ്ലിമായിരുന്നു എന്നുള്ളത്. മോട്ടിലാൽ നെഹ്റു മുസ്ലിമായിരുന്നു, ജവഹർലാൽ നെഹ്റു മുസ്ലിമായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യ കമല നെഹ്റു മുസ്ലിമായിരുന്നു, മകൾ ഇന്ദിരയും മുസ്ലിമായിരുന്നു, അവരുടെ ഭർത്താവ് ഫിറോസ് ഗാന്ധി മുസ്ലിമായിരുന്നു. ഫിറോസ് എന്ന പേര് മുസ്ലിങ്ങൾക്കും ഉണ്ട് എന്നുള്ളതുകൊണ്ട് ആളുകളെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാനും കുറച്ച് എളുപ്പമാണ് എന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടാക്കിയിട്ടുള്ളത് വെച്ചാൽ ഈ ആർ എസ് എസ്സുകാർക്ക് അല്ലെങ്കിൽ ബി ജെ പിക്കാർക്ക്, ഹിന്ദുത്വവാദികൾക്ക് ഏറ്റവും വെറുപ്പുള്ള, ഏറ്റവും എതിർപ്പുള്ള ഒരു വ്യക്തിയായിരുന്നു ജവഹർലാൽ നെഹ്റു. അദ്ദേഹം മരിച്ചിട്ട് കൊല്ലം കുറയായി എങ്കിൽ പോലും ഇവരുടെ എതിർപ്പോ വിദ്വേഷമോ ഒരു തരി പോലും കുറഞ്ഞിട്ടില്ല. അപ്പോൾ പുള്ളിയെ മോശക്കാരനാക്കി കാണിക്കാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് മുസ്ലിമായിരുന്നു എന്ന് പ്രചരിപ്പിക്കില്ല. ഒരുപാട് പേര് ഇത് വായിക്കുകയും വിശ്വസിച്ചിട്ടുണ്ട്. വാട്സപ്പിൽ അവരുടെ വംശാവലി കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വായിച്ചിട്ടാണ് പാവം പി സി ജോർജ്, അല്ലെങ്കിൽ അദ്ദേഹത്തോട് ആരോ പറഞ്ഞു കൊടുത്തിട്ടാണ് ഇതുപോലത്തെ ഒരു അബദ്ധ പഞ്ചാംഗം പൊട്ടിച്ചത്. സത്യത്തിൽ പണ്ഡിറ്റ് മോട്ടിലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റു ഒക്കെ കാശ്മീരി ബ്രാഹ്മണന്മാരായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ കമല നെഹ്റു വലിയ ജ്യോതിഷ വിശ്വാസിയും ഏറെക്കുറെ അന്ധവിശ്വാസിയുമായിരുന്നു. അവർ എല്ലായ്പ്പോഴും കഴുത്തിൽ അത്ഭുത ശക്തി ഉണ്ട് എന്ന് പറഞ്ഞിരുന്ന ഒരു രുദ്രാക്ഷം ധരിക്കുന്ന ആൾ കൂടിയാണ്. അവരുടെ മരണശേഷം അത് ഇന്ദിരാഗാന്ധി ധരിക്കാൻ തുടങ്ങി. ഇന്ദിരാഗാന്ധിക്ക് ഇതിലൊക്കെ വലിയ വിശ്വാസമായിരുന്നു. കൂടോത്രം, ക്ഷുദ്രം, മാരണം, ഇതിലൊക്കെ വിശ്വസിച്ചിരുന്ന ആളാണ് ഇന്ദിരാഗാന്ധി. അവരാണ് ഇപ്പോൾ ആളുകൾ മുസ്ലിമായിട്ട് മുദ്ര കുത്തുന്നത്. ഇത് പറയുമ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ബംഗ്ലാദേശിൻ്റെ സ്ഥാപകനായിരുന്ന, രാഷ്ട്രപിതാവായിരുന്ന, കഴിഞ്ഞ ദിവസം വരെ രാഷ്ട്രപിതാവായിരുന്ന
ഷെയ്ഖ് മുജീബുർ റഹ്മാനെക്കുറിച്ച് അവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിക്കാർ പ്രചരിപ്പിക്കുന്നത് ഇതുപോലെയാണ്. മുജീബുർ റഹ്മാൻ യഥാർത്ഥത്തിൽ കൽക്കട്ടയിലെ ഒരു വക്കീലിൻ്റെ മകൾ വിവാഹം കഴിക്കാതെ മറ്റൊരാളിൽ നിന്ന് ജനിച്ച മകനായിരുന്നു. പിന്നീട് ആ വക്കീലിൻ്റെ ഗുമസ്തനോ മറ്റും ഈ സ്ത്രീയെ വിവാഹം കഴിച്ചു. ഗുമസ്തൻ മുസ്ലിമായിരുന്നു. അങ്ങനെ ഈ സ്ത്രീയും അവരുടെ ജാര ബന്ധത്തിലുണ്ടായ മകനും മുസ്ലിങ്ങളായി എന്നാണ്. അങ്ങനെ ഒരു പിഴച്ച സന്തതിയായിരുന്നു മുജീബുർ റഹ്മാൻ എന്ന് തെളിയിക്കാൻ അവിടുത്തെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിക്കാർ കൊണ്ടുപിടിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാരെക്കുറിച്ചും എപ്പോഴെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അതിൽ അത്ഭുതമൊന്നുമില്ല. മാത്രമല്ല പി സി ജോർജ് കഴിഞ്ഞ ദിവസം വരെ കേരള കോൺഗ്രസ്സുകാരനായിരുന്നു. ഈ കേരള കോൺഗ്രസ്സുകാർ ഏതാനും വർഷം മുമ്പ് വരെ വിശ്വസിച്ചിരുന്നത് പി ടി ചാക്കോയാണ് കേരള കോൺഗ്രസ് ഉണ്ടാക്കിയത് എന്നാണ്. പി ടി ചാക്കോ മരിച്ചതിന് ശേഷമാണ് കേരള കോൺഗ്രസ് ഉണ്ടായത്. കേരള കോൺഗ്രസിൻ്റെ യഥാർത്ഥ സ്ഥാപകർ ആർ ബാലകൃഷ്ണപിള്ളയും മാത്തച്ചൻ കുരുവിനാക്കുന്നതിൽ വരും. ഈ മരണപര്യന്തം പി ടി ചാക്കോയ്ക്ക് എതിരായിരുന്ന വ്യക്തിയാണ് കെ എം ജോർജ്. കെ എം ജോർജിനെ ഇവർ മറുഭാഗത്ത് നിന്ന് കൊണ്ടുവന്ന് പുതിയ പാർട്ടിയുടെ ചെയർമാനാക്കിയതാണ്. ഇതൊന്നും കേരള കോൺഗ്രസ്സുകാർക്ക് അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ കൊല്ലം വരെ എന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ കേരള കോൺഗ്രസ്സുകാർ വിശ്വസിക്കുന്ന ഈ കേരള കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കിയത് കെ എം മാണി സാറും മകൻ ജോമോനും കൂടിയിട്ടാണ് എന്നാണ്. സത്യം പറഞ്ഞാൽ കേരള കോൺഗ്രസ് രൂപീകരിക്കുന്ന സമയത്ത് കെ എം മാണി ഈ പാർട്ടിക്ക് എതിരായിരുന്നു. അദ്ദേഹം പാർട്ടിയിൽ ചേരാൻ കൂട്ടാക്കിയില്ല. മാത്തച്ചൻ കുരുവിനാക്കുന്നതിൽ പഠിച്ച പണി 18 കഴിച്ചാണ്. എന്നിട്ടും മാണി ചേർന്നില്ല. മാണി സാറ് പിന്നീട് 1965 തെരഞ്ഞെടുപ്പിൽ പാലായിൽ മത്സരിക്കാൻ പുള്ളിക്ക് സീറ്റ് കിട്ടാതെ വന്നപ്പോൾ ആ മോഹഭംഗം കൊണ്ട് കേരള കോൺഗ്രസിൽ ചേർന്നതാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിൻ്റെ കാലുവർക്കത്തുകൊണ്ട് അധികം വൈകാതെ പാർട്ടി തന്നെ പുള്ളിയുടെ കൈപ്പിടിയിലായി. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഇതുപോലെയൊക്കെയുള്ള വിഡിത്തങ്ങൾ ഇനിയും പറയാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും എന്നുള്ളിടത്താണ് നമ്മുടെ വിജയം കുടികൊള്ളുന്നത്. എല്ലാ കോൺഗ്രസ്സുകാർക്കും, എല്ലാ കേരള കോൺഗ്രസ്സുകാർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ജയ് ഹിന്ദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.